VMTV ന്യൂസിന്റെ ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. 2026 ഇലക്ഷൻ സംജാതമായി. മൂന്ന് മുന്നണികളും യഥാർത്ഥത്തിൽ ഉടുപ്പ് തച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആരാണ് ജയിക്കാൻ സാധ്യതയെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം. ബസ്സൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒരുമാതിരി എന്താ പറയുക, ഒരു കോമഡി പോലെയാണ് എല്ലാവരും നോക്കിച്ചിരിക്കുന്നത്. എന്ത് വികസനം കൊണ്ടുവന്നെന്ന് KSRTC ബസ്സിലല്ല എല്ലാം ഫ്ലെക്സ് അടിച്ച് വെക്കേണ്ടത്. അത് ജനങ്ങൾ പറയുന്നിടത്താണ് ഒരു ഭരണകൂടം വിജയിച്ചു എന്ന് നമുക്ക് അറിയേണ്ടതല്ലേ. വീണ്ടും LDF സർക്കാരിന് കിട്ടിയാൽ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ തിരുത്തി പോകണമെന്നാണോ? തിരുത്തി പോകണമെന്നാണ്. കാരണം ജനങ്ങൾക്കിടയിൽ ആ ഒരു നമുക്കൊരു പാർട്ടിക്ക് ഒരു ഇമേജ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ നശിപ്പിക്കാതെ നമ്മൾ ആ ഉള്ള ഒരു ഇമേജിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത്. നെയ്യാറ്റിൻകരയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്ന നമ്മുടെ MLA ആൻസലൻ എങ്ങനെയുണ്ട്? നല്ലൊരാളാണ്, നല്ലൊരു മനുഷ്യനാണ് ആൻസലൻ. അതുപോലെ തന്നെ നമ്മുടെ ഹരീന്ദ്രൻ നല്ലൊരു മനുഷ്യനാണ്. രണ്ടുപേരും. അപ്പൊ ഈ രണ്ട് സ്ഥാനാർത്ഥികളും രണ്ടാമത് നിന്നാലും ജയിക്കുമെന്നാണ്? തീർച്ചയായും ജയിക്കും. അവർ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. 2026 ഇലക്ഷൻ സംജാതമായല്ലോ, നിയമസഭാ ഇലക്ഷൻ. അപ്പൊ മൂന്ന് പാർട്ടിക്കാർ ഇങ്ങനെ ഉടുപ്പ് തച്ചോണ്ടിരിക്കുകയാണ്. ആരാണ് ഭരണത്തിൽ വരാൻ സാധ്യതയെന്ന് എന്നാലും മാഡത്തിന്റെ അഭിപ്രായം, ആരാണ് ഭരണത്തിൽ വരാൻ ചാൻസ്? സാധ്യതയേക്കാൾ ഉപരി ഇപ്പൊ നിലവിലുള്ള ഒരു ഭരണം തുടരണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. അത് മാത്രമല്ല, വേറെ ആര് വന്നാലും ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ഇപ്പൊ നിലവിൽ എന്റെ അഭിപ്രായം. നിലവിലെ ഭരണം തുടരണമെന്ന് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. വേറെ ആര് വന്നാലും ഐ ഹാവ് നോ പ്രോബ്ലം. നിലവിലുള്ള ഭരണം തുടരാൻ പാടില്ല എന്ന് പറയാൻ എന്താ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ. എന്നെ സംബന്ധിച്ച് ഞാനൊരു 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നിലവിലെ ഈ ഭരണകൂടം ഈ ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന അനാസ്ഥ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു മേഖലയാണത്. ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കായാലും മറ്റെന്ത് ആവശ്യത്തിനായാലും ഹോസ്പിറ്റൽ പോലുള്ള കാര്യങ്ങൾ പോകുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അവിടെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. സോ അവിടെ കാണിക്കുന്ന അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അതിൽ ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നതും ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ ഗവൺമെന്റ് ഒരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ അവരെന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യമാണ്. അപ്പം അതുപോലുള്ള പല കാര്യം ഇതുപോലെ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരുപാട് കാര്യം അവരൊരുപാട് വികസനം വന്നു, അത് വന്നു, ഇത് വന്നു, ഒരുപാട് കാര്യങ്ങൾ ഉയർത്തി. ഇപ്പൊ KSRTC ബസ്സൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒരുമാതിരി എന്താ പറയുക, ഒരു കോമഡി പോലെയാണ് എല്ലാവരും നോക്കിച്ചിരിക്കുന്നത്. എന്ത് വികസനം കൊണ്ടുവന്നെന്ന് KSRTC ബസ്സിലല്ല എല്ലാം ഫ്ലെക്സ് അടിച്ച് വെക്കേണ്ടത്. അത് ജനങ്ങൾ പറയുന്നിടത്താണ് ഒരു ഭരണകൂടം വിജയിച്ചു എന്ന് നമുക്ക് അറിയേണ്ടതല്ലേ. അപ്പം ഓരോ ബസ്സിനും ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ എഴുതി ഫ്ലെക്സ് അടിച്ച് വെക്കുമ്പോഴത്തേക്കും ജനങ്ങൾ സത്യം പറഞ്ഞ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. ഇതൊക്കെ എവിടെ കണ്ടു, ഇതൊക്കെ എവിടെ ചെയ്തു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സോ അതുകൊണ്ട് ഫ്ലെക്സിലല്ല കാര്യം, അത് ജനങ്ങൾ പറയുന്നിടത്താണ് ഒരു ഭരണകൂടം വിജയിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാർ ഒരിക്കലും ഇത്രയും പ്രവർത്തനങ്ങൾ ഇന്ന് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ചെയ്തു എന്ന് പറയില്ല. അതുകൊണ്ട് എനിക്ക് അതിനോട് അതുവരെ തുടരണം എന്ന് താല്പര്യമില്ല. വേറെ ആര് നല്ലൊരു ഭരണകൂടം വന്ന് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ കേരളം ഇനിയും പുരോഗതിയിലോട്ട് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഈ KSRTCയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നേരത്തെ ഭരിച്ചിരുന്ന മന്ത്രിയെക്കാളും ഇപ്പോൾ ഗണേഷ് കുമാർ നല്ല രീതിയിൽ പ്രവർത്തനം കൊണ്ടുപോകുകയല്ലേ? അതൊക്കെ മന്ത്രി എന്ന നിലയിൽ ഗതാഗത വകുപ്പ് നന്നായിട്ട് ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. സ്റ്റുഡൻസിനായാലും ശരി, സ്ത്രീകൾക്കായാലും ശരി, ഒരുപാട് കാര്യങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കാരണം ഒരുപാട് റൂട്ടുകളിൽ ഇപ്പൊ ബസ്സൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതാകുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒരുപാട് ബസ് റൂട്ടുകൾ, പുതിയ ബസ് റൂട്ടുകൾ ഉണ്ടാക്കി അവിടെ ബസ് സർവീസ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല. ആ ഒരു വകുപ്പിനോട് ഞാൻ ആ ഒരു മന്ത്രി നീതി പുലർത്തുന്നു എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അപ്പം അമർഷം ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പിനോടാണോ? ആരോഗ്യ വകുപ്പ് മാത്രമല്ല, നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ്, അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ്, വിദ്യാഭ്യാസം തുടങ്ങി പല മേഖലകളിലും ഒരുപാട് എന്ന് വെച്ചാൽ ടൂറിസം മേഖല, ഓൾസോ ടൂറിസം മേഖല. നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയം റീസെന്റ് ആയിട്ട് ഞാൻ കുറച്ച് കുട്ടികളെയും കൊണ്ട് തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയിടയായി. ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ നടന്ന് വേണം കുട്ടികൾ ആ മ്യൂസിയം സന്ദർശിക്കാൻ. സത്യം പറയാൻ അതിനകത്ത് എന്താ ഉള്ളത്? കുട്ടികൾ വെറുതെ വന്ന്, കാരണം കുഞ്ഞു കുട്ടികളെയും കൊണ്ടാണ് നമ്മൾ ഇന്ന് നിയമസഭയിൽ നമ്മുടെ പുസ്തകമേള നടന്നപ്പോൾ അത് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കാണാനുള്ള അവസരം ഒരുക്കുകയും അതുവഴി നമ്മൾ മ്യൂസിയം ഒക്കെ പോയപ്പോഴത്തേക്ക് മ്യൂസിയത്തിന് ഒന്നുമില്ല. അവിടെ ബോർഡ് പുരാവസ്തു വകുപ്പിന്റെ കീഴിലും കൂടെ വരുന്നതാണ്. അതെ. അപ്പം അതുപോലുള്ള കുറെ കാര്യങ്ങളിൽ
മ്യൂസിയത്തിലൊന്നുമില്ല. അതൊക്കെ എല്ലാത്തിലും പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെന്റ് പലതും കൊണ്ടുപോകും. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു എന്തുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇവിടെ പല മൃഗങ്ങളും ചത്തുപോയി. ഇപ്പൊ റീസെന്റ് ആയിട്ട് വെള്ളക്കടുവയും ചത്തുപോയെന്ന് വാർത്തയിൽ കണ്ടു. സോ ഇതുപോലെ പല കാര്യങ്ങളും ഇല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ മുൻകൈ എടുക്കേണ്ടതാരാണ്? നമ്മുടെ നിലവിലെ ഗവൺമെന്റ് ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളായാലും ശരി, ഒരുപാട് പേര് ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് മ്യൂസിയം. അപ്പം അതുപോലും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരിയിലെ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മൃഗങ്ങളില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണോ മൃഗശാല? ഓഫ് കോഴ്സ്, നിങ്ങൾ പോയി മനസ്സിലാവും. അവിടെ പോയി സന്ദർശിക്കുന്നവർക്ക് മനസ്സിലാവും. മൃഗങ്ങളും ഇല്ല, പക്ഷികളും ഇല്ല, ഒന്നുമില്ല. അവര് ചോദിക്കും ടീച്ചറെ എവിടെ, ടീച്ചറ് ഇവിടെ അത് ബോർഡ് കണ്ടല്ലോ, അത് എവിടെ ടീച്ചറെ കാണിച്ചു തന്നു. നമ്മൾ നെത്തി നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല. അതെന്തായാലും അതിനുള്ള കൂടെ അവിടെ ഉണ്ട് അല്ലേ? കൂടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പരിഭവം എന്തായാലും സർക്കാരാമത് മൂന്നാമത് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനത്തിനെ കുറിച്ച് എന്തെങ്കിലും മാർഗനിർദ്ദേശം നൽകാനുണ്ടോ? മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക. യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് ആവശ്യമെന്ന് എല്ലാ ഭരണാധികാരികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് യഥാർത്ഥ ആവശ്യം അവർക്ക് വികസനം വലിയ രീതിയിൽ കൊണ്ടുവന്നു, അതിലൊന്നുമല്ല. സാധാരണക്കാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അവർക്ക് ഒരു തൊഴിൽ ഒരുപാട് വിദ്യാർത്ഥികൾ തൊഴിലിനായി ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരാനുള്ള അതൊക്കെ കുറച്ചുകൂടെ അതിന്റെ പ്രൊസീജിയറൊക്കെ കുറച്ചുകൂടെ ഈസി ആക്കുക. ഓരോ സംരംഭകർ വരുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടുന്ന ഇപ്പം നമ്മൾ തന്നെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ പേപ്പർ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ മടുപ്പിക്കുന്നത് പോലത്തെ പ്രവർത്തനങ്ങളാണ്. തൊഴിൽ മേഖല അതുപോലെ തന്നെ യുവാക്കൾക്കും യുവതികൾക്കും തൊഴിൽ ചെയ്യാനുള്ള അവസരം അതുണ്ടാക്കുമ്പോൾ അത് കുറച്ചുകൂടെ ലളിതമാക്കി അവർക്ക് വീണ്ടും ഇവിടെ തന്നെ ജീവിക്കാം. എന്തുകൊണ്ടാണ് അവർ പുറം രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കേണ്ടി വരുന്നത്? അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കുന്നില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടി ഈസി ആക്കുക. അതുപോലെ തന്നെ റേഷൻ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ റേഷൻ വാങ്ങാൻ പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ റേഷൻ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും പല സാധനങ്ങളും ഒരു മാസത്തിന്റെ ആദ്യം പോകുമ്പോഴത്തേക്കും ഉണ്ടാവില്ല. ലാസ്റ്റ് വീക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു പച്ചരി എന്തായാലും ലാസ്റ്റ് വീക്കിൽ കൊണ്ടുവച്ചിട്ട് അവർ പറയും ഈ ഒരാഴ്ച വന്ന സാധനം കിട്ടും കേട്ടോ എന്ന് പറയും. ഈ ലാസ്റ്റ് ഷോർട്ട് ടൈമിൽ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. റേഷൻ കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, ഉണ്ട്. അതുപോലെ അതെല്ലാം പ്രോപ്പറായിട്ട് അതാത് പൊതുവിപണിയിലെല്ലാം എത്തിക്കുക. അതുപോലെ തന്നെ മാവേലി സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ സാധാരണ ആൾക്കാർ പോകുന്ന സ്ഥലമാണ് മാവേലി സ്റ്റോർ. അവിടെ സബ്സിഡിയോട് സാധനങ്ങൾ എത്തിക്കുക. പ്രോപ്പറായിട്ട് സബ്സിഡിയുള്ള ഒരു സാധനങ്ങളും ഒരു മാവേലി സ്റ്റോറിലും ഇല്ല. പേര് മാത്രമേ ഉള്ളൂ. എത്ര ഒരു കവർ വെളിച്ചെണ്ണ ഇപ്പൊ സബ്സിഡിയോടെ വാങ്ങാൻ പറ്റുമോ മാവേലി സ്റ്റോറിൽ? പോയ സാറിന് അറിയാൻ പറ്റും, വാങ്ങാൻ പറ്റില്ല. സബ്സിഡിയുള്ള ഒരു സാധനം മാവേലി. സാധാരണക്കാർക്ക് അതാണ് ആവശ്യം. അവർ ഈ ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നില്ല. അവർക്ക് പച്ചരി കൊണ്ട് കഴിയണം അല്ലെ? റേഷൻ അരി ആയാലും അവർക്ക് കഞ്ഞി വെച്ച് കഴിയണം. അവർക്ക് നല്ലൊരു ആരോഗ്യ മേഖല ഉണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും പ്രോപ്പർ ടൈമിൽ OP ടൈമിൽ ഡോക്ടേഴ്സ്മാർ എത്തുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരു കുഞ്ഞിനെയും കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ 2.5 വയസ്സായ കുഞ്ഞാണ്, പെട്ടെന്ന് ട്രീറ്റ്മെന്റ് പോയപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പെട്ടെന്ന് മരിക്കും. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് അതെ. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഒരു കുട്ടി നവജാത ശിശു മരിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. അതുപോലെ ആരോഗ്യ മേഖലയിലും എന്താണ് സാധാരണക്കാർക്ക് ആവശ്യമെന്ന് നമ്മുടെ ജനപ്രതിനിധികളെല്ലാം സാധാരണക്കാർക്കിടയിൽ നിന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഫ്ലൈറ്റിൽ പോയിട്ട് ഞാൻ റോഡ് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അതാണ് എന്റെ അഭിപ്രായം. വർക്കെല്ലാം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് അറിയാമോ? അതറിയാം. അവരുടെ സഹകരണത്തോടെ അല്ലേ നമ്മുടെ സംസ്ഥാന സർക്കാരും അതിൽ പാർട്ടി ചെയ്യുന്നുണ്ട്. എങ്കിലും അതിന്റെ എല്ലാം ഫണ്ടും കാര്യങ്ങളെല്ലാം അവിടെ മെല്ലെ വരുന്നത് അവരുടെ മാർഗനിർദ്ദേശപ്രകാരമാണ് ഇവിടെ നടത്തുന്നത്. എന്നാലും അതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര ഡിലേ ആവുന്നുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ആവശ്യം നമ്മൾ ഉന്നയിച്ച് വാങ്ങുകയല്ലേ. നമ്മുടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും പോലെ നമ്മൾ ഫൈറ്റ് ചെയ്യുക. സംസ്ഥാന സർക്കാർ എപ്പോഴും പറയുന്നുണ്ട് കേന്ദ്രം അവിടെ നിന്ന് അത് തരുന്നില്ല ഇത് തരുന്നില്ല എന്ന് പറയുന്ന വാക്കുകളിൽ മാത്രമല്ല, നമ്മളത് ആവശ്യപ്പെടുക. നമ്മൾ സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെടുക. എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? ഇപ്പോൾ പല ഇതിനു മുൻപുള്ള സർക്കാരുകൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്കത് അനുവദിച്ചില്ലെങ്കിൽ അവിടെ പോയി സമരം ചെയ്ത് നേടിയെടുത്ത ചരിത്രം നമുക്കുണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു 10 വർഷം എന്തുകൊണ്ട് നമുക്ക് കേന്ദ്ര സർക്കാർ ആ ഫണ്ട് തരുന്നില്ല? എന്തുകൊണ്ട് നമുക്ക്
എന്തെങ്കിലും ഇവര് ഫൈറ്റ് നടത്തിയതായിട്ട് ഈ ഒരു 10 വർഷം നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? അവിടെ ഫൈറ്റ് നടത്താൻ വേണ്ടി 5 എംപിമാരോടെ ഉണ്ട്. നടത്തിയതായിട്ട് അറിവുണ്ടോ? ഉണ്ട്, പക്ഷെ നടത്തിയോ എന്നാ ഞാൻ ചോദിക്കുന്നത്. നടത്തിയത് എനിക്ക് എന്റെ അറിവിലില്ല. അല്ല, അതില് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു പ്രോജക്റ്റ് ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റ് തന്നു കഴിയുമ്പോൾ അടുത്ത പ്രോജക്റ്റിന്റെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബില്ലും ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കണം അല്ലേ? അതത്രേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. അതായിരിക്കാം കിട്ടാത്തതാണെങ്കിലും ആയിരിക്കാം, നമുക്കറിയില്ല. എന്നാലും സാധാരണ ഒരു ഇന്ത്യൻ പൗര, അല്ലെങ്കിൽ ഞാനൊരു കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് അപാകതകൾ ഇപ്പോൾ ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരുന്നു. അപ്പം സാധനങ്ങളുടെ വിലക്കയറ്റമായാലും എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് മിനിസ്റ്റർ പറയുന്ന ഒരു കാര്യമാണ്, സാധാരണ ജനങ്ങൾക്ക് ഈ ഭരണം ആവശ്യമാണ്. അവരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ സാധാരണ ജനങ്ങളോട്, നിങ്ങൾക്ക് ഈ ഭരണം തുടരുമെന്ന്? എനിക്കറിയില്ല. സാധാരണക്കാരെ കാണുമ്പോഴെല്ലാം വിരട്ടി ഓടിക്കുന്ന ഒരു പ്രവണതയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുക, ഡയറക്റ്റായിട്ട് ചോദിക്കുക, അത്രയേ ഉള്ളൂ. ജനങ്ങൾക്ക് നല്ലത് ഏത് പാർട്ടിയാണോ അപ്പൊ എന്തായാലും നമ്മുടെ ഒരു പ്രതീക്ഷ വെച്ച് LDF ജയിക്കുമെന്നാണ് എന്റെ ഒരു ഇത്. അല്ല, കോമൺ ആയിട്ട് പറഞ്ഞാണ്. കാരണം അവര് ചെയ്തത് നല്ല കാര്യങ്ങളും ഉണ്ട്, മോശം കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നല്ല കാര്യങ്ങൾ വെച്ച് LDF വരുമെന്നാണ് എന്റെ ഒരു. അതായത് നല്ല കാര്യങ്ങൾ ചെയ്തത് LDF ആയതുകൊണ്ട് LDF വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, LDF വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതെ, അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഓരോ പ്രവർത്തനത്തെ കുറിച്ച് ചെറുതായിട്ട് പറയാൻ പറ്റും. അതെ, നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതി ആണെങ്കിലും നമ്മുടെ ഈ വീടക്ഷണപ്പുറക്ക് വീട് കൊടുക്കുന്ന പദ്ധതി ആണെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർക്കാരിനെക്കാളും കുറച്ചും കൂടെ കൂടുതൽ അവരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് പിന്നെ ഓണത്തിനുള്ള നമ്മുടെ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കുറച്ചുള്ള പരിപാടികളെല്ലാം കൂടെ വെച്ച് LDF കയറുമെന്നാണ് എൻ്റെ ഒരു. അപ്പൊ അതിൽ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി ഓൾറെഡി കോൺഗ്രസ് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അവർ പറയുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരള സർക്കാരാണ്. കേരള സർക്കാരാണ്. അപ്പം എന്തായാലും നമുക്ക് അത് മാത്രം ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി ഫോളോ അപ്പ് കാര്യങ്ങളും കൂടെ ചെയ്യണമെന്നിട്ട്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ് യഥാർത്ഥ ആളല്ലേ? അതാണ്. കാരണം നമ്മൾ ഒരു പരിപാടി തുടങ്ങി വെച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. അതെ 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 അതെ. അപ്പൊ എന്തായാലും നമ്മുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ 100% നല്ലതെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? 100% നല്ലതെന്നല്ല, അതിൽ മോശം കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നല്ല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അടുത്തൊരു ഭരണം വീണ്ടും LDF സർക്കാരിന് കിട്ടിയാൽ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ തിരുത്തി പോകണമെന്നാണോ? തിരുത്തി പോകണമെന്നാണ്. കാരണം ജനങ്ങൾക്കിടയിൽ ആ ഒരു നമുക്കൊരു പാർട്ടിക്ക് ഒരു ഇമേജ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ നശിപ്പിക്കാതെ നമ്മൾ ആ ഉള്ളൊരു ഇമേജിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളത്. അപ്പൊ ആരായിരിക്കും ഭരണത്തിൽ വരുന്നത് എന്നുള്ളൊരു അഭിപ്രായം ഒന്ന് പറയും. പിണറായി സർക്കാർ തന്നെ വേണം, വേറെ ആരും ഇല്ലല്ലോ. പുള്ളി തന്നെ കേരളത്തിലേക്ക്, പുള്ളി അല്ലാതെ വേറെ ആളില്ലല്ലോ, മറ്റൊരു നാഥനില്ല. പുള്ളി ഉണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്ന് താങ്കൾ പറഞ്ഞു. അത് അങ്ങനെ പറയാൻ കാരണം വികസന പ്രവർത്തനങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണ്? സാധാരണക്കാരോടായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളി കൂടുതലും നിൽക്കുന്നത്. എല്ലാം നോക്കിയാൽ അറിയാലോ, നമ്മുടെ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകരയാണ്. അവിടെയുള്ള വികസനങ്ങൾ പോലെ കാര്യങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് പെൻഷൻ, എൻ്റെ അമ്മയ്ക്കും പെൻഷൻ വാങ്ങുന്ന ആളാണ്. 500 നിന്ന് 600, 1000, 1500 പല സാധാരണ ആൾക്കാർക്കും എല്ലാം പെൻഷൻ കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും കിട്ടുന്നുണ്ട്. പിന്നെ വേറെ അതോടൊപ്പം തന്നെ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്ന നമ്മുടെ MLA ആൻസലൻ എങ്ങനെയുണ്ട്? നല്ലൊരാളാണ്, നല്ലൊരു മനുഷ്യനാണ് ആൻസലൻ. അതുപോലെ തന്നെ നമ്മുടെ ഹരീന്ദ്രൻ നല്ലൊരു മനുഷ്യനാണ്. രണ്ടുപേരും. അപ്പൊ ഈ രണ്ട് സ്ഥാനാർത്ഥികളും രണ്ടാമത് നിന്നാലും ജയിക്കുമെന്നാണ്? തീർച്ചയായും ജയിക്കും. അവർ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പൊതുവെ പറയുന്നത് മെഡിക്കൽ മേഖല, അതായത് നമ്മുടെ ഒരു അമ്മയുടെ വയറ്റിൽ കത്രിക വെച്ച് അങ്ങനെയുള്ള നിരവധി പോരായ്മകളില്ലേ സർക്കാരിന്? അറിയില്ല, ഡോക്ടർമാരുടെയൊക്കെ പ്രശ്നങ്ങളല്ലേ, എല്ലാവരും നല്ലതല്ലല്ലോ, ചെറിയ ചെറിയ പ്രശ്നമുള്ള പണിക്കാരുണ്ടല്ലോ.